നാട്ടുവഴികൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ചാരുമ്മൽ കുഞ്ഞബ്ദുള്ള സാഹിബ്. അപ്പോൾ കുറ്റ്യാടിയുടെ പഴയകാല ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറ്റ്യാടിയിൽ നാമാവശേഷമായ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ. കമ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നത് കുറ്റ്യാടി റിവർ റോഡിൽ പുഴക്കൽ എന്ന് പറയാം. നമ്മൾ കുറ്റ്യാടി പുഴക്കൽ എന്നാ പറയുക, പുഴക്കൽ റോഡ്. അവിടുന്ന് വയലാട്ടിൽ കുഞ്ഞബ്ദുൽഖാന്ന് പറഞ്ഞ വലിയ വീട്ടിൽ എന്നുവെച്ചാൽ ചള്ളിൻ്റെ അവിടെ കുഞ്ഞബ്ദുൽഖാൻ്റെ ഒരു റിവർ വ്യൂ ഹോട്ടലുണ്ടായിരുന്നു, പ്രസിദ്ധമായ. ഏറ്റവും കൂടുതൽ ബിസിനസ് ഒക്കെ അതൊക്കെ അങ്ങ് കാലഹരണപ്പെട്ടു. പിന്നെ അയാൾ മരണപ്പെട്ടു. അത് പിന്നെ അവർ വന്നാണ് സെൻട്രൽ ഹോട്ടൽ തുറന്നത്. സെൻട്രൽ ഹോട്ടലിൽ അയാൾ മാനേജ്മെൻ്റ് ഏറ്റെടുത്ത് അത് പിന്നെ വേറെ ആൾക്കാരൊക്കെ ചേവഞ്ചേരി അമ്മദിക്ക പോലത്തെ ആൾക്കാരെ ഏറ്റെടുത്തു. പിന്നീടാണ് പനോരമ ഹോട്ടൽ വരുന്നത്. ഇതിനൊക്കെ മുമ്പേ സ്വദേശി ഹോട്ടൽ നിലവിലുണ്ടായിരുന്നു. കുറ്റ്യാടിക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണ പഴയ ഹോട്ടലാണ് സ്വദേശി ഹോട്ടൽ. അതിൻ്റെ ശേഷം വന്നതാണ് ഇതൊക്കെ. പിന്നെ പനോരമ ഹോട്ടലാണ് പിന്നെ പ്രസിദ്ധമായി വന്നത്. അതിൽ പനോരമ ഇബ്രായി പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അത് ചേമഞ്ചേരി അമ്മയ്ക്കാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് പഴയടത്തൽ കുഞ്ഞമ്മക്കായിട്ടെടുത്തു. അയാൾ ഇതിലും നല്ല വളരെ ഇതായിട്ട് ഏറ്റവും പ്രസിദ്ധമായി ഹോട്ടൽ നടത്തിയതും കുഞ്ഞമ്മക്കാണ്. ഞാനവിടെ തൊഴിലാളിയായിരുന്നു. ചായ അടിക്കാനുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട ഈ കിച്ചണിലെ കുക്കായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? ഞാനൊരു 4-5 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇടയ്ക്ക് നമ്മൾ പ്രായമൊക്കെ കുറച്ച് പ്രാരാബ്ദമൊക്കെ ആയപ്പം ഗൾഫിൽ പോകാൻ ചാൻസ് കിട്ടി. അങ്ങനെ ഗൾഫിൽ പോയപ്പോഴാണ് അതൊക്കെ നിർത്തി. പിന്നെ കുറ്റ്യാടിയുടെ പുതിയ തലമുറക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ തലമുറക്കൊന്നും അറിയില്ല. ഞങ്ങളൊന്നും ഹോട്ടൽ പണിയെടുത്തവരാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ജോലി ചെയ്ത എന്നൊന്നും അവർക്കറിയില്ല. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വാട്സപ്പും ബൈക്കുമാണ് അവരെ പ്രധാനപ്പെട്ട. പിന്നെ ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇത്രയും സമൃദ്ധമായിട്ട് കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രവാസികൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഇന്നത്തെ തലമുറ ഈ ഹോട്ടൽ പണിയൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇന്നത്തെ തലമുറക്ക് അതൊരു നിർദ്ദേശമായിട്ട് നിങ്ങളെ ഈ ഇതിൽ വെക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന.